ദിലീപ് കുമാർ കൂടിയുണ്ട്. ദിലീപ്, ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടടുത്ത ദിവസം നടക്കുന്ന ഈ സ്ഫോടനം അത് തീർച്ചയായും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിനുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? അനുജ, പാകിസ്ഥാന് വീണ്ടും നടുങ്ങി വിറച്ചുകൊണ്ടാണ് മറ്റൊരു സ്ഫോടന പരമ്പര ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനിലെ സൈനിക വിമാനത്താവളമായ ലാഹോറിന് സമീപമുള്ള വാൾട്ടൺ എയർഫീൽഡിന് സമീപമാണ് ഈ സ്ഫോടന പരമ്പരകൾ നടന്നിരിക്കുന്നത്. ഗോപാൽ നഗർ, നസീറാബാദ് എന്നീ സ്ഥലങ്ങൾക്കു സമീപം ഉഗ്ര ശബ്ദത്തോടുകൂടിയുള്ള സ്ഫോടനങ്ങൾ നടന്നതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റോയിട്ടേഴ്സും പാക് മാധ്യമങ്ങളുമൊക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ഫോടന ശബ്ദത്തെ തുടർന്ന്, ഉഗ്ര സ്ഫോടനത്തെ തുടർന്ന് ജനങ്ങൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടി. നാശനഷ്ടങ്ങൾ എത്രയെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. പാക് മാധ്യമങ്ങൾ പറയുന്നത് ഒരു ഇന്ത്യൻ ഡ്രോൺ അവിടെ വെടിവെച്ചിട്ടിട്ടുണ്ട് എന്ന കാര്യമാണ്. ഡ്രോൺ അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് നിയന്ത്രിക്കുന്ന ഒരു ഡ്രോൺ ആയിരുന്നു. ഈ ഡ്രോൺ വെടിവെച്ചിട്ടതായി പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ മറ്റൊരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. പാക് മാധ്യമങ്ങൾ മാത്രമാണ് ഇക്കാര്യം പറയുന്നത്. അതായത് പാകിസ്ഥാൻ ഇതിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ലാഹോറിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണം നടത്തുന്നു എന്നത് വരുത്തി തീർക്കാനുള്ള ശ്രമം, ആ തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങളൊക്കെയാണോ അവിടെ നിന്ന് വരുന്നത്? ദിലീപ്, അനുജ, ആ കാര്യത്തിന്, പാകിസ്ഥാന്റെ ഈ അവകാശവാദത്തിന് യാതൊരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ മാധ്യമങ്ങളാണ് ഇക്കാര്യം പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണമൊക്കെ വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഏതായാലും ഉഗ്ര സ്ഫോടന ശേഷിയുള്ള വലിയ സ്ഫോടനമാണ് നടന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. ജനങ്ങൾ പരിഭ്രാന്തരായി ഇറങ്ങി ഓടി. ലാഹോർ വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസം നടന്ന ഭീകരത്താവളങ്ങളിലെ ആക്രമണങ്ങളെ തുടർന്ന് ലാഹോർ, സിയാൽകോട്ട് തുടങ്ങിയ വിമാനത്താവളങ്ങൾ അടച്ചിരുന്നു. പക്ഷേ ലാഹോറിലെ ഏറ്റവും തന്ത്രപ്രധാന മേഖലയായിട്ടുള്ള സൈനിക വിമാനത്താവളമായിട്ടുള്ള വാൾട്ടൺ എയർഫീൽഡിന് സമീപം, വാൾട്ടൺ റോഡിലാണ് ഗോപാൽ നഗർ, നസീറാബാദ് എന്നീ സ്ഥലങ്ങൾക്ക് സമീപം അത്യുഗ്ര ശക്തിയുള്ള സ്ഫോടന പരമ്പരകളാണ് നടന്നിരിക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നായി നിരവധി സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു. ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരാണ് എന്ന കാര്യം അറിവായിട്ടില്ല. ഏതായാലും അത്യുഗ്രശക്തിയുള്ള സ്ഫോടനങ്ങളാണ് നടന്നിട്ടുള്ളത്. ജനങ്ങൾ തീർത്തും പരിഭ്രാന്തരാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ഈ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ പുക കൊണ്ട് ആ സ്ഥലങ്ങളാകെ മൂടി എന്ന കാര്യവും പുറത്തു വരുന്നുണ്ട്. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. അത്യുഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ കൊണ്ടുള്ള സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. അതും പാകിസ്ഥാന്റെ സൈനിക വിമാനത്താവളത്തിന് തൊട്ടരികെ ഈ സ്ഫോടനം നടന്നിരിക്കുന്നു എന്നത് പാകിസ്ഥാനെ വീണ്ടും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തൊട്ടടുത്ത ദിവസം പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് സ്ഫോടന പരമ്പര പാകിസ്ഥാനിൽ ലാഹോറിൽ നടന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. പാകിസ്ഥാനിലെ സൈനിക വിമാനത്താവളമായ വാൾട്ടൺ എയർഫീൽഡിന് സമീപം വാൾട്ടൺ റോഡിൽ അവിടെ അത്യുഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ കൊണ്ടുള്ള സ്ഫോടന പരമ്പര നടന്നിരിക്കുന്നു. സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. പാകിസ്ഥാൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നതിനപ്പുറത്തോട്ട് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അവകാശവാദങ്ങളോ അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരെന്നതോ സംബന്ധിച്ച് ഇനിയും വ്യക്തമായിട്ടില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് തുടർച്ചയായ രണ്ടാം ദിവസവും വലിയ തിരിച്ചടിയുടേതാണ്. ആരാണ് ഈ സ്ഫോടനത്തിന് പിന്നിലെന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ലാഹോറിനെ ഞെട്ടിച്ചുകൊണ്ട്, പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് സ്ഫോടന പരമ്പരകൾ നടന്നിരിക്കുകയാണ്. അനുജ, പാക് നഗരമായ ലാഹോറിലാണ് വോൾട്ടൺ സൈനിക വിമാനത്താവളത്തിന് തൊട്ടടുത്ത് സ്ഫോടനങ്ങൾ ഉണ്ടായത്. തുടർച്ചയായി 3 സ്ഫോടനം നടന്നു എന്ന റിപ്പോർട്ടാണ്. അപായ സൈറൺ മുഴങ്ങി ജനങ്ങൾ പരിഭ്രാന്തരായി ഇറങ്ങിയോടുന്നു. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുൻപ് കണ്ടത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മേഖലയിൽ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങളാണ്. പാക് മാധ്യമങ്ങളാണ് ഈ സ്ഫോടനത്തിന്റെ വിവരം പുറത്തുവിട്ടത്. ശ്രീനാഥ് ചന്ദ്രൻ തുടരുന്നുണ്ട്. ശ്രീനാഥ്, കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ടോ? എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിന്റെ? ഇപ്പോൾ പാകിസ്ഥാനിലെ പോലീസ്, ഈ ലാഹോറിലെ പോലീസിൻ്റെ ചില പ്രതികരണങ്ങൾ കാണുന്നുണ്ട്. അതിൽ അവർ പറയുന്നത് ഒരു ഡ്രോൺ ആണ് വന്ന് ഈ തരത്തിലൊരു ആക്രമണം നടത്തിയെന്ന തരത്തിലുള്ള പ്രതികരണമാണ് പാകിസ്ഥാൻ്റെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. 5 മുതൽ 6 അടി വരെ വലുപ്പമുള്ള ഒരു ഡ്രോൺ വെടിവെച്ചിട്ടു എന്നതാണ് പോലീസ് പറയുന്നത്. 3 തവണയെങ്കിലും അവിടെ സ്ഫോടനം ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത്. സൈറൻ ഈ സമയം അവിടെ മുഴങ്ങുകയും ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഡ്രോൺ അയച്ചതാര് എന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. നമുക്കറിയാം, പാകിസ്ഥാനിൽ പലപ്പോഴും അവർ തന്നെ പാലൂട്ടി വളർത്തിയ ഭീകരർ അവിടെ തന്നെ പലപ്പോഴും സ്ഫോടനം നടത്തിയിട്ടുണ്ട്. അവിടെ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന് നേരെ നടന്ന വെടിവെപ്പ് അടക്കമുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുള്ളതുമാണ്. അതുകൊണ്ട്
ആ തരത്തിൽ ഏതെങ്കിലും ഭീകരവാദി ആക്രമണമാണോ, പാകിസ്ഥാൻ്റെ മണ്ണിൽ തന്നെ പാകിസ്ഥാൻ വളർത്തിയ ഭീകരവാദികൾ നടത്തിയ ആക്രമണമാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരം വിവരങ്ങൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതകളും കുറവാണ്. ഏതായാലും 3 തവണയെങ്കിലും അവിടെ സ്ഫോടനം നടന്നത് ഉഗ്ര സ്ഫോടനമാണ്. തീയും പുകയും ഒക്കെ വലിയ തോതിൽ ഉയർന്നു. ആകാശം പുക കൊണ്ട് മൂടി എന്ന തരത്തിലൊക്കെയാണ് ഈ ഐ വിറ്റ്നസ് ദൃക്സാക്ഷികൾ ഈ പാക് മാധ്യമങ്ങളിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾ വീട് വിട്ട് ഓടി. പുറത്തു വരുന്ന ദൃശ്യങ്ങൾ നമുക്കറിയാം, അതൊരു ജനവാസ മേഖല തന്നെയാണ്. അവിടെ വലിയ തോതിൽ വാഹനങ്ങളും മറ്റുമൊക്കെ നിരന്തരമായി നിർത്തിയിട്ട ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിലൂടെ ആളുകൾ ഓടുന്നതും നമുക്ക് പുറത്തു വന്ന ദൃശ്യങ്ങളുണ്ട്. വാൾട്ടൺ എന്നത് അവിടെ ഈ സാധാരണ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ പോകുന്ന ഒരു എയർപോർട്ടല്ല. അവിടെ സൈനിക ആവശ്യങ്ങൾക്കും ഒപ്പം തന്നെ പരിശീലനത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു എയർ ഫീൽഡാണ്. ലാഹോറിൽ നിന്ന്, അതായത് നഗരമധ്യത്തിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ മാറിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഈ തരത്തിൽ ഒരു സ്ഫോടനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. രാവിലെയാണ്, അല്പസമയം മുമ്പാണ് ഈ സ്ഫോടനം ഉണ്ടായത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റോയിട്ടേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ സ്ഥിരീകരണം നൽകുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരാണ്, അല്ലെങ്കിൽ കരുതിക്കൂട്ടി നടത്തിയ സ്ഫോടനമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് ഇപ്പോൾ ഒരു ഡ്രോണിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 5-6 അടി വലുപ്പമുള്ള ഒരു ഡ്രോൺ എത്തിയതായും അതിനെ വെടിവെച്ചിട്ടതായുമാണ് ഇപ്പോൾ ലാഹോറിലെ പോലീസ് പറയുന്നത്. അങ്ങനെ ഒരു ഡ്രോൺ ആക്രമണമാണോ നടന്നത്, അല്ല അവിടെ വെച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിക്കുകയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഫോടനമായിരുന്നു എന്നതൊന്നും തന്നെ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. ഒരു പാനിക് സിറ്റുവേഷൻ ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെയുള്ളത്. ഈ മേഖലയിലേക്ക് ഇപ്പോൾ ഏതായാലും ആളുകളെ സ്വാഭാവികമായും വിലക്കിയിട്ടുണ്ട്. അവിടെ സുരക്ഷാ ഏജൻസികളുടെ പരിശോധന ഇപ്പോൾ നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ലാഹോർ അടക്കം പാകിസ്ഥാൻ ഏതാണ്ട് എല്ലാ വിമാനത്താവളങ്ങളും നേരത്തെ തന്നെ അടച്ചിട്ടതാണ്. 48 മണിക്കൂറിലേക്ക് അത് അടച്ചിട്ടു. ഇതിപ്പോൾ രാവിലെ ഡോൺ അടക്കം ചില പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ ചില വിമാനത്താവളങ്ങളും തുറന്നു കൊടുത്തു തുടങ്ങി എന്ന തരത്തിലുള്ള പ്രസ്താവന കണ്ടതാണ്. പാകിസ്ഥാൻ എയർ സ്പേസ് ഭാഗികമായെങ്കിലും ഞങ്ങൾ തുറക്കുന്നു എന്ന തരത്തിൽ പാകിസ്ഥാൻ പ്രതികരിക്കുമ്പോഴാണ് ഒരു എയർഫീൽഡിന് സമീപം ഈ തരത്തിൽ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. ആരാണ് പുറകിൽ, എന്താണ് യഥാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചത് എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു കൃത്യമായ സ്ഥിരീകരണമില്ല. പാകിസ്ഥാൻ പോലീസ് ഇപ്പോൾ ഒരു ഡ്രോണിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 5-6 അടി വലുപ്പമുള്ള ഒരു ഡ്രോൺ വെടിവെച്ചിട്ടു എന്ന തരത്തിലാണ് പ്രതികരണം. അതിനപ്പുറത്തേക്ക് കൃത്യമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. അനുജ, ശരി, പാക് നഗരമായ ലാഹോറിലാണ് തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് വരുന്നത്. അത് പാക് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വോൾട്ടൺ സൈനിക വിമാനത്താവളത്തിന് അടുത്താണ് സ്ഫോടനമുണ്ടായത്. ഉഗ്രശബ്ദവും പുകയും ഉയർന്നു എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. അവർ ഭീതിയോടെ അവിടെ നിന്ന് ഇറങ്ങി ഓടി എന്നതാണ്. ഒരു ഡ്രോൺ തകർത്തിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നതായൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് പുറത്തുനിന്ന് നിയന്ത്രിക്കുന്ന ഒരു ഡ്രോൺ ആണ് എന്ന തരത്തിലേക്കൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്.